കഴിഞ്ഞ ദിവസമാണ് ബീഹാറിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നത്. 67.14 എന്ന റെക്കോർഡ് പോളിംഗ് ശതമാനമാണ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. 122 മണ്ഡലങ്ങളിലായിരുന്നു രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. നവംബർ 6-നായിരുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. 121 മണ്ഡലങ്ങളിൽ നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 64.7% പോളിംഗ്. ആകെ 243 മണ്ഡലങ്ങളാണ് ബീഹാറിലുള്ളത്. ഭരണത്തിലെത്താൻ കേവല ഭൂരിപക്ഷത്തിന് 122 സീറ്റുകളാണ് വേണ്ടത്. 2020-ൽ NDA സഖ്യം 125 സീറ്റ് നേടിയാണ് അധികാരത്തിലെത്തിയത്. RJDയുടെയും കോൺഗ്രസിൻ്റെയും ഇടത് കക്ഷികളുടെയും നേതൃത്വത്തിൽ മഹാഗഠബന്ധൻ സഖ്യത്തിന് 110 സീറ്റാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിട്ടു. ബീഹാറിൽ BJP JDU നേതൃത്വത്തിൽ NDA സഖ്യം അധികാരത്തിൽ തുടരുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. പീപ്പിൾസ് പൾസിൻ്റെ എക്സിറ്റ് പോളിൽ 133 മുതൽ 159 സീറ്റുകൾ NDA നേടുമെന്നാണ് പ്രവചനം. ഇന്ത്യ സഖ്യം 75 മുതൽ 101 സീറ്റുകൾ നേടും. മറ്റുള്ളവർ 2 മുതൽ 5 സീറ്റ് വരെ നേടും. ജൻസ്വരാജ് പാർട്ടിക്ക് പരമാവധി 5 സീറ്റ് മാത്രമേ ലഭിക്കൂ എന്നാണ് പീപ്പിൾസ് പൾസിൻ്റെ എക്സിറ്റ് പോൾ പ്രവചനം. പീപ്പിൾസ് ഇൻസൈറ്റിൻ്റെ എക്സിറ്റ് പോളിൽ NDA 133 മുതൽ 148 സീറ്റുകൾ വരെ നേടി അധികാരം നിലനിർത്തുമെന്നാണ് പ്രവചനം. ഇന്ത്യ സഖ്യത്തിന് 87 മുതൽ 102 വരെ സീറ്റ് മാത്രമേ ലഭിക്കൂ. ജൻസ്വരാജിന് പരമാവധി 2 സീറ്റും മറ്റുള്ളവർക്ക് 3 മുതൽ 6 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്. മാട്രിക്സിൻ്റെ എക്സിറ്റ് പോളിൽ 147 മുതൽ 167 വരെ സീറ്റ് നേടി NDA അധികാരം നിലനിർത്തുമെന്നാണ് പ്രവചിക്കുന്നത്. 70 മുതൽ 90 വരെ സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കുക. ജൻസ്വരാജ് പാർട്ടിക്കും മറ്റുള്ളവർക്കും ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്നാണ് മാട്രിക്സിൻ്റെ എക്സിറ്റ് പോൾ ഫലം. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ ഭരണം തുടരുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. 130-ലേറെ സീറ്റുകൾ നേടി NDA അധികാരം തുടരുമെന്നാണ് പ്രവചനം. 4 എക്സിറ്റ് പോളുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യം 100-ലേറെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നത്. ഒരേ ഒരു എക്സിറ്റ് പോൾ ഫലം മാത്രം തേജസ്വി രാഹുൽ കൂട്ടുകെട്ടിന് ആശ്വാസം നൽകുന്നു. ഹിന്ദി ന്യൂസ് പോർട്ടലായ ജേണോ മിററാണ് ഈ പ്രവചനം നടത്തിയത്. ഇന്ത്യ സഖ്യം അധികാരം പിടിക്കുമെന്നാണ് ജേണോ മിററിൻ്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. 130 മുതൽ 140 വരെ സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്ന് ജേണോ മിററിൻ്റെ എക്സിറ്റ് പോൾ പറയുന്നു. ഇന്ത്യ സഖ്യത്തിന് 100 മുതൽ 110 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് ഇവരുടെ പ്രവചനം. അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയായ AIMIM 4 സീറ്റ് നേടുമെന്ന് ഇവർ പറയുന്നു. മറ്റുള്ളവർ പരമാവധി 4 സീറ്റ് നേടുമെന്നാണ് ഇവരുടെ പ്രവചനം.